നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ സെഷൻസ് കോടതി കുറ്റമുക്തനാക്കിയതിനു പിന്നാലെ സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. ഗൂഢാലോചന നടത്താൻ മുന്നിട്ട് നിന്നത് ദിലീപാണെന്ന് അതിജീവിത ആവർത്തിച്ച് കോടതിക്ക് മുന്നിൽ മൊഴി നൽകി. ഇതിനു പുറമെ കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിയും തന്നെ കൊണ്ട് ദിലീപ് ചെയ്യിച്ചതാണെന്ന് പറഞ്ഞിട്ടും നിയമത്തിന്റെ മുന്നിലൂടെ ദിലീപ് കൂളായി പുറത്തു വന്നു. ഈ കേസിൽ നടിക്ക് പൂർണ്ണ പിന്തുണ നൽകി നിയമപോരാട്ടത്തിന് ധൈര്യം നൽകിയ ഒരു നേതാവുണ്ട്. മറ്റാരുമല്ല, അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി.ടി. തോമസ്. നിർഭാഗ്യകരമായ ഈ സംഭവം നടക്കുമ്പോൾ അന്ന് തൃക്കാക്കരയുടെ MLA ആയിരുന്നു പി.ടി. തോമസ്. തന്നെ അതിക്രമിച്ചവരുടെ അടുക്കൽ നിന്ന് ജീവനുമായി രക്ഷപ്പെട്ട നടി ഓടിയെത്തിയത് പി.ടി. തോമസിന്റെ അയൽവക്കമായിരുന്ന സംവിധായകൻ ലാലിന്റെ വീട്ടിലാണ്. ലാൽ അറിയിച്ചതിന് പിന്നാലെ എത്തിയ പി.ടി. തോമസ് ആണ് കേസ് കൊടുക്കണമെന്ന് നടിയോട് ആവശ്യപ്പെടുന്നതും ഇന്ന് കാണുന്ന നിയമപോരാട്ടത്തിലേക്ക് അതിനെ എത്തിക്കുന്നതും. എന്നാൽ എറണാകുളം സെഷൻസ് കോടതിയിൽ താൽക്കാലികമായി കേസിന് ക്ലൈമാക്സ് ഉണ്ടാകുമ്പോൾ പക്ഷേ കേസിൽ കൊട്ടേഷൻ നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന നടൻ ദിലീപ് കേസിൽ നിന്ന് തലയൂരി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ദിലീപിനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പി.ടി. തോമസിന്റെ ആത്മാവ് ഈ വിധിയിൽ കണ്ണീർ വാർക്കുന്നുണ്ടാകുമെന്നും പറഞ്ഞിരിക്കുകയാണ് ഉമാ തോമസ് MLA. ഉപാധികളോടെ അവൾക്കൊപ്പം മാത്രമാണെന്നും ഉമാ തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു കഴിഞ്ഞു. ഞാൻ ജീവനോടെ ഉള്ളതുവരെ മോൾക്കൊപ്പം ഞാനും ഉണ്ടാകും. ധീരമായി പോരാടണം. രാത്രി 9:30-യോടെയാണ് എറണാകുളം നഗരത്തിൽ മോളെപ്പോലെ ഒരാൾക്കെതിരെ ഇതുണ്ടായത്. അപ്പോൾ നമ്മുടെ സാധാരണ പെൺകുട്ടികളുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ എന്നും ഏതറ്റം വരെ പോകാൻ ഞാനും കൂടെ ഉണ്ടാകുമെന്നും ഉമാ തോമസ് കട്ടായം പറഞ്ഞു കഴിഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെ ആദ്യ 6 പ്രതികൾ കുറ്റക്കാരാണെന്നാണ് വിധി വന്നിരിക്കുന്നത്. 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെ 7ാം പ്രതി ചാർലി തോമസ്, 9ാം പ്രതി സനിൽകുമാർ, 10ാം പ്രതി ശരത് ജി നായർ എന്നിവരെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസ് വെറുതെ വിട്ടത്. എത്രയോ തവണ അതിജീവിത പങ്കുവച്ച ആശങ്കകൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും ഉമാ തോമസ് പ്രതികരിച്ചിട്ടുണ്ട്. തെരുവിൽ ആ പെൺകുട്ടി അപമാനിതയായ വിവരമറിഞ്ഞ് രാത്രി ഈ വീട്ടിൽ നിന്നാണ് പി.ടി. ഇറങ്ങിപ്പോയത്. തയ്യാറാക്കപ്പെട്ട തിരക്കഥകളെ തകർത്തത്. കോടതിക്ക് മുൻപിൽ മൊഴി കൊടുക്കാനും പി.ടി. തയ്യാറായി. അവൾക്ക് നീതി തേടി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ രാവും പകലും നിരാഹാരം കിടന്ന പി.ടി. ഈ വിധിയല്ല പ്രതീക്ഷിച്ചത്. പി.ടിയുടെ ആത്മാവ് ഇന്ന് ഈ വിധിയിൽ തൃപ്തമാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല എന്നാണ് മറുപടിയെന്നും ഉമാ തോമസ് പറഞ്ഞു. കോടതി നടപടികൾ തുടരുമ്പോൾ എത്രയോ തവണ ആ കുട്ടി പങ്കുവച്ച ആശങ്കകൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഘട്ടത്തിലും സാക്ഷി വിസ്താരത്തിലും അതിജീവിതയ്ക്ക് ഏറ്റവും അനുകൂലമായ നിലപാടെടുത്തയാളായിരുന്നു പി.ടി. തോമസ്. നടിയെ ആക്രമിച്ച സംഭവം നടക്കുമ്പോൾ തൃക്കാക്കര MLA ആയിരുന്നു പി.ടി. തോമസ്. നടി ആക്രമിക്കപ്പെട്ടതിന് മണിക്കൂറുകൾക്കകം സംഭവങ്ങൾ അതിജീവിതയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുകയും പോലീസിന് പരാതി നൽകാനുള്ള പിന്തുണ നൽകുകയും ചെയ്തത് പി.ടി. തോമസ് ആയിരുന്നു. ആക്രമണത്തിനിരയായ നടിയോട് സ്വന്തം മകളോടെന്ന പോലെ പെരുമാറുകയും വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുകയുമാണ് പി.ടി. ചെയ്തത്. കേസിൽ ഗൂഢാലോചന നടന്നു എന്നത് വ്യക്തമാണ്. എന്നാൽ അത് തെളിയിക്കാനുള്ള സാഹചര്യ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതോടെയാണ് ദിലീപ് കേസിൽ നിന്ന് തടി രക്ഷിച്ചത്.